നിഷാദ്, കൊച്ചി കോർപ്പറേഷനിലെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്നത്തോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയാകും. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം, UDF കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയുടെ ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ LDF ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ NDAയുടെയും പ്രഖ്യാപനമുണ്ടാകും. കൊച്ചി കോർപ്പറേഷനിൽ LDFന്റെ ഒരു സീറ്റ് വിഭജന നില എന്ന് പറഞ്ഞാൽ CPM 59 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. CPI 8 സീറ്റുകളിൽ മത്സരിക്കും. കേരള കോൺഗ്രസ് 3 സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. NCP ജനതാദളും 2 സീറ്റുകൾ വീതം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. INLും കോൺഗ്രസ് എസും ഓരോ സീറ്റുകളിലും മത്സരിക്കും. എന്തായാലും 70 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിക്കുകയും ചെയ്യും. സ്ത്രീകൾക്കും ഒപ്പം തന്നെ യുവജനങ്ങൾക്കെല്ലാം തന്നെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ 9 കൗൺസിലർമാർ ഇക്കുറി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16 മുൻ കൗൺസിലർമാരും ഇക്കുറി മത്സരരംഗത്ത് ഉണ്ട്. മത്സരിക്കുന്നവരിൽ 43 പേർ വനിതകളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ UDFന് ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങളും ഒപ്പം തന്നെ വിമതന്മാരും സ്വതന്ത്രന്മാരും എല്ലാം തന്നെയായിരുന്നു. അത്തരം കഴിഞ്ഞ തവണ UDF വിമതരായിരുന്നവരെ ഇക്കുറി LDF സ്ഥാനാർത്ഥികളായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും AV സാബു, PM ഹാരിസ്, MP മുരളീധരൻ, ഗിരീഷ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തിടെ കോൺഗ്രസ് പുറത്താക്കിയ മുൻ കൗൺസിലർ ഷീബ ഡുറം തോപ്പുംപടിയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ നിലവിൽ ഉള്ള ആളുകളെ, അല്ലെങ്കിൽ മുൻ കൗൺസിലർമാരെയും നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാരെയും പുതുമുഖങ്ങളെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇക്കുറി LDF സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കിയിരിക്കുന്നത്. നിലവിൽ UDF കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു. 76 കോർപ്പറേഷനുകളാണ് നിലവിലുള്ളത്. അതിൽ 65 കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. ഒന്നാം ഘട്ടമായി 40 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 22 പേർ അതിൽ വനിതകളാണ്. 3 പേർ ഇതിൽ ജനറൽ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റ്, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന് 7 സീറ്റ്, RSPക്ക് 1 സീറ്റ് എന്നിങ്ങനെയായിരുന്നു UDFന്റെ ഒരു കക്ഷിനില. ഇന്ന് തന്നെ NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. നിഷാദ്, ശരി. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മത്സര ചിത്രം തെളിഞ്ഞു വരികയാണ്.